ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ സോയാബീൻ കൊണ്ടിട്ട് നല്ല സ്പെഷ്യൽ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയാബീൻ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് ആണ് ഞാൻ സോയാബീൻ ഇടുന്നത് കേട്ടോ. ആദ്യം ഒരു ഗ്ലാസ് ഇട്ടു, പിന്നെ അര ഗ്ലാസ് കൂടെ അളന്ന് അതിലേക്ക് ഇട്ടു. ഞങ്ങൾക്ക് അത്ര മതിയാവും, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടാണല്ലോ. അപ്പോൾ അതിന് പിന്നെ ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞില്ലേ ഒരു അതിഥി വന്നെന്ന്. അത് ഇങ്ങനെയാണ് ഹോളിൽ നിന്ന് ഇതുപോലെ അകത്തു കൂടെയാണ് സ്റ്റെയർ ഉള്ളത്. അപ്പോൾ ആ സ്റ്റെയറിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം എന്താ നമ്മുടെ അതിഥി വന്നത്, ഏത് അതിഥിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടല്ലോ. അപ്പോൾ അത് തിളപ്പിക്കാതിരിക്കുന്ന ടൈം കൊണ്ട് ഞാനത് കാണിച്ചു തരാം. സ്റ്റെയർ റൂമിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെയർ റൂമിൽ നെറ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഇതിൽ കൂടെ എന്ത് വരാനാണ്? എലിയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന അതിഥി. ഈ സൈഡിൽ കൂടെ ഒട്ടും ഗ്യാപ്പില്ല. എലിക്ക് എല്ലില്ല, എലിയുടെ ശരീരത്തിൽ എല്ലില്ല എന്ന് പറയില്ല. അത് വാസ്തവം തന്നെയാണ്. കാരണം അതേ ആ സൈഡിൽ കൂടെ അത്രയും ചെറിയ ഗ്യാപ്പിൽ കൂടെ വന്നെന്നുണ്ടെങ്കിൽ അവൻ പുലിയാണ് കേട്ടാ. അപ്പോൾ ആ എലി ഇങ്ങനെ വന്ന സൈഡാണ്. ആ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് സ്റ്റെയറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയാണ് വന്നത്. ഇത് നേരിട്ട് ഞാൻ കണ്ടത് കാര്യവും ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമുക്കിത് അടുപ്പത്ത് തിളക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ബാക്കി വിശേഷം പറയാം. ഇതെൻ്റെ മോളുടെ കീബോർഡാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഊട്ടപാത്രത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഊറ്റണ സമയത്ത് കുറച്ച് നല്ല വെള്ളം കൊണ്ടിട്ടും കഴുകി എന്നിട്ട് ഇത് കണ്ട വെള്ളം ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ചൂടൊക്കെ അറിയപ്പോൾ വെള്ളം ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിഴിഞ്ഞൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും പിന്നെ ഉപ്പുപൊടിയും പിന്നെന്താ നമുക്ക് വേണ്ടത്, തൈര് വേണം. അപ്പോൾ തൈര് നല്ല പുളിയില്ലാത്ത തൈരും കൂടി ഇട്ട് ഒരു ചെറിയ കപ്പ് ഓളം അളവിൽ തൈരിട്ട് എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ഞാനൊരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ. നല്ല പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്കെന്തോ തൈര് കുറച്ചും കൂടെ വേണമെന്ന് തോന്നി. അതാണ് വീണ്ടും കുറച്ച് തൈരും പിന്നെ കുരുമുളകും ഇടാൻ മറന്നു. ഇതുകൊണ്ടിട്ട് കുറച്ച് കുരുമുളക് കൂടെ പിന്നെയും ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത് അത് വീണ്ടും മാറ്റി വെച്ചു. ഇനി നമുക്ക് തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം പേസ്റ്റ് ആക്കണം. അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയത് എണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പേസ്റ്റാക്കിയ നല്ലപോലെ പേസ്റ്റാണ് ആക്കേണ്ടത് കേട്ടോ. സവാള നല്ലപോലെ മിക്സിയിലിട്ട് ഇങ്ങനെ ജ്യൂസി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ടൈം ഉണ്ടെങ്കിൽ സവാള വഴറ്റിയ ശേഷം പേസ്റ്റ് ആക്കാം. ഞാൻ എല്ലാം പച്ചക്ക് തന്നെ പേസ്റ്റാക്കി. അതേപോലെ തക്കാളിയും അതുപോലെ പേസ്റ്റാക്കിയിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഇതിൻ്റെയൊക്കെ കുത്തുകളൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ കുറേച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസ് കാണുമ്പോഴും അറിയാം. ഞാൻ ഒരുപാട് ഹെൽത്ത് നോക്കണോണ്ടിട്ട് എണ്ണ ഒരുപാടൊന്നും യൂസ് ചെയ്യില്ല. നമുക്കൊക്കെ ടേസ്റ്റും വേണം, നമ്മുടെ ഹെൽത്തും നോക്കണം, രണ്ടും വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടുവെള്ളം ആ ബൗളിലൊന്ന് കഴുകി ചൂടുവെള്ളം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് കസ്തൂരി മേത്തി കൈ കൊണ്ടൊന്ന് ഉടച്ച് അതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇനി നമ്മൾ എലീനെ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഇവിടെ ഇരുന്ന് ഹോളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് എലി ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. സ്റ്റെയറിൻ്റെ അപ്പോൾ ഞാനിങ്ങനെ അനങ്ങാതെ ഈ കസേരയിൽ തന്നെ ഇരിക്കണേ. ഞാൻ ഇതേപോലെ ഇരിപ്പിലിരിക്കണേണ്. ഇതുപോലെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് വന്ന് എന്നെ കണ്ടതും നേരെ വന്ന വഴിക്ക് തന്നെ എലി ഓടിപ്പോയി. അങ്ങനെയാണ് എലി വന്ന വഴി കണ്ടുപിടിക്കണത്. അപ്പോൾ നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടാ. അങ്ങനെ എലിയുടെ ഇതേപോലെ എലി വന്ന് ഫുഡൊക്കെ തിന്നുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ തക്കാളിയൊക്കെ മുറത്തിലൊക്കെ വെക്കുമല്ലോ. അപ്പം ഞങ്ങളുടെ എലി അടുക്കളയിലേക്ക് വന്നിട്ട് തക്കാളി ഇങ്ങനെ കരണ്ടായിരുന്നു. പിന്നെ എലി പശ വെച്ചിട്ടൊക്കെ ആ എലീനെ പിടികൂടി. പിന്നെ എലി വന്ന ഹോളൊക്കെ നമ്മൾ ഒന്നും കൂടെ അടച്ചു സേഫാക്കി. എല്ലാവർക്കും ബായ്.